ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് പ്ലം കേക്ക് ആണല്ലേ. നമ്മൾ ചിന്തിക്കാറില്ലേ പ്ലം കേക്കിൽ എന്താ പ്ലം ഇല്ലാത്തതെന്ന്. നല്ല ഫ്രഷ് പ്ലം വെച്ച് നമുക്കൊരു കേക്ക് തയ്യാറാക്കിയാലോ. നമുക്ക് ആവശ്യത്തിനുള്ള പ്ലം എടുത്ത് അതിനെ നമ്മൾ കട്ട് ചെയ്ത് സീഡെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ സ്ലൈസുകളാക്കി എടുക്കാം. ഇനി വലുപ്പത്തിൽ വേണേലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പ്ലം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പ്ലമ്മിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും ഒരു അര ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പ്ലമ്മിന് നല്ലൊരു രുചി കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ കേക്ക് 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചും പ്ലം ഉപയോഗിച്ചും. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വീതം ടൂട്ടി ഫ്രൂട്ടി, ബ്ലാക്ക് റേസിൻസ്, പിന്നെ പ്രൂൺസ്, ഡേറ്റ്സ് ചോപ്പ് ചെയ്ത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അര ടീസ്പൂൺ സിന്നമൺ പൗഡറും ചേർക്കാം. നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് മുന്തിരി വൈനും കൂടെ ചേർക്കാം. പിന്നെ വൈൻ ചേർത്തതിന് ശേഷം ഇത് നമ്മൾ തിളപ്പിക്കാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് വാം ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതിൻ്റെ ലിക്വിഡും ഫ്രൂട്ട്സും മാറ്റിയെടുക്കാം. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ ഞങ്ങളുടെ കൈവശം ബട്ടർ ഉണ്ടെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത് ഓയിലിന് പകരമായിട്ട്. പിന്നെ അൺസാൾട്ടഡ് ബട്ടർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മേളിലിടാനായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ മൈദയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും എടുക്കാം. നല്ല കോൾഡ് ആയിട്ടുള്ള ബട്ടർ തന്നെ വേണം, അൺസാൾട്ടഡ് ബട്ടറാണ്. ഈ ബട്ടറും മൈദയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നനവ് പോരാന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഗീ ഉപയോഗിക്കാം. അത് മെൽറ്റൽ ഗീ ആയിരിക്കരുത്. പിന്നെ ഇത് നമ്മൾ തിരുമ്മി കൂട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു ചെറിയ ചെറിയ കട്ടകളോട് കൂടിയിട്ടായിരിക്കും കേട്ടോ ഇതിരിക്കുക. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് മിക്സ് ഇല്ലേ, അത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്തതും പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത ലിക്വിഡ് അല്ലേ, അതും കൂടെ നമുക്ക് 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കേക്ക് ഒത്തിരി സോഫ്റ്റ് ആയിട്ടല്ല കേട്ടോ ഇരിക്കും. നമുക്ക് ഇതിന് ഒരുപാട് ലിക്വിഡിൻ്റെ ആവശ്യമില്ല. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ബാറ്റർ ആയിരിക്കും, പക്ഷെ ഓവറായിട്ട് വെള്ളം പാടില്ല കേട്ടോ. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിക്കാം. അലുമിനിയം ഫോയിലിൻ്റെ 2 ബോക്സാണ് എടുത്തേക്കുന്നത്. ഇതിനടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ്. 2 ബോക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പ്ലം ഇല്ലേ, അത് നമുക്ക് ബാറ്ററിൻ്റെ മേളിലോട്ട് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിൻ്റെ മേളിലേക്ക് ഒരു ലെയർ പ്ലമ്മേ വെച്ച് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 2 ലെയർ വെച്ച് കൊടുക്കാവുന്നതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് പ്ലം നമ്മൾ എത്രത്തോളം കൂടുതൽ വെക്കുന്നു അത്രയും ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പോൾ നമ്മൾ പ്ലം വെച്ച് കൊടുത്തതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പ്രിങ്കിൾസ് ഉണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ മേളിലോട്ടൊന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ടിന്നിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് വിതറി കൊടുക്കാം. ഈ കേക്കിന് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ കേക്ക് ബാറ്ററിൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ മേളിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കേക്കിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ അതിലിങ്ങനെ നട്ട്സ് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. പിന്നെ ഇതിന് പ്ലം കേക്ക് എന്ന് പേരേ ഉള്ളൂ. ഇത് നമ്മുടെ പ്ലം കേക്കിനെ പോലെ ഒന്നും അല്ല, പക്ഷേ ഇതിന് വേറെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അലുമിനിയം പാത്രത്തിലാണ് ഞാൻ ഇന്നും കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓവനിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ 2 രീതിയിലും കേക്ക് തയ്യാറാക്കിയത് വെച്ച് എനിക്ക് ഇഷ്ടമായത് നമ്മുടെ പ്ലം ചേർത്തിട്ടുള്ള കേക്കാണ്.
ബേക്കായി കഴിയുമ്പോൾ പ്ലമ്മിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഇറങ്ങി കഴിയുമ്പോഴത്തേനും കേക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ കേക്ക് റെഡിയായെന്ന് അറിയാനായിട്ട് ടൂത്ത് പിക്ക് ഇൻസെർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ആ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വന്നെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഡേറ്റ്സ് ക്യാറ്റ് കേക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ജർമ്മൻ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ജർമ്മൻ പ്ലം കേക്ക് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ രീതിയിലും കൂടെ ഞാനൊന്ന് ചെറുതായിട്ടൊരു ചേഞ്ചസ് ഒക്കെ വരുത്തി ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കുമായിട്ട് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ.